Hi everyone, this is Shweta. My name is Andan and welcome to our channel. It's time for next scene from movie Drishyam 3. Let's watch it. ചേട്ടാ, ഈ നാട്ടിലുണ്ടായിരുന്ന ഒരു CJ പത്രോസിനെ അറിയോ? CJ പത്രോസ് വിട്ടുപോയിട്ടൊരു 3 കൊല്ലമായി. CJ പത്രോസോ? അതാരണോ? പുള്ളിക്ക് 2 പെമ്മക്കളാ. അതിലൊരാള് സൗദിയിലെ നേഴ്സോ മറ്റോ. ഈ പത്രോസ് ക്യാൻസർ ആയിട്ട് കുറെ നാളായിട്ട് കിടപ്പില്ല. എടാ, ഇതാ കുഴിവട്ട് പത്രമായിരിക്കും. അയാളുടെ മകള് നേഴ്സാണ്. ശരിയാ, അയാള് കിടപ്പിലായിരുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മിക്കവാറും ആ കുഴിവട്ട് പത്രമായിരിക്കും. എന്താ സാറേ കാര്യം? ഒരു കല്യാണ കേസാ. അയാളും വീട്ടുകാരെയും കുറിച്ചൊന്ന് അറിയാനായിരുന്നു. ഞങ്ങൾക്ക് അത്ര പരിചയമില്ല. ഇവിടുന്ന് 2-3 കിലോമീറ്റർ പോയ ഈസ്റ്റ് മാറാടായിരുന്നു അയാളുടെ താമസം. Look at him, his eyes, my god. റോഷി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് GCC കളക്ഷൻസ്? നന്നായിട്ട് പോന്നു ചേട്ടാ. ആ, എന്തായാലും ചേട്ടൻ എടുത്ത റിസ്ക് സമ്മതിച്ചു തന്നില്ല. പിന്നെ ചേട്ടൻ എന്തൊരു പയ്യനെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞില്ലേ? അവിരാജ് ചാക്കോ. എന്റെ പരിചയത്തിലുള്ള 1-2 പേർക്ക് അറിയാം. അതില് ഒരാൾക്ക് ചില ബിസിനസ് ബന്ധങ്ങളുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞത് നല്ല പയ്യനാന്നാ. ഇടയ്ക്ക് അവന്റെ ബിസിനസ് ഒന്ന് ഡൗൺ ആയിരുന്നു, പക്ഷെ അവനത് പൊക്കിക്കൊണ്ടു വന്നു. നല്ല ഹാർഡ് വർക്കിംഗ് ആന്നാ പുള്ളിക്കാരൻ പറഞ്ഞത്. അല്ല, എങ്ങനെയുണ്ടാ പയ്യന്റെ സ്വഭാവം? ആള് നീറ്റാന്നാ പറഞ്ഞത്. പിന്നെ 2 അടിക്കുന്ന കൂട്ടത്തിലാ. സോഷ്യൽ ഡ്രിങ്കിങ്. പിന്നെ കല്യാണം കഴിച്ചിട്ട് ഫാമിലി ആയിട്ട് ഇങ്ങോട്ടൊന്നും ഇറങ്ങാം. ആദ്യമായിട്ട് ഒരു സിനിമാക്കാരനെ കൊണ്ട് നമുക്കൊരു ഗുണമുണ്ടായി. എത്രയും പെട്ടെന്ന് നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. ഈ കല്യാണം മുടക്കുന്ന കാര്യമൊക്കെ അവരോടൊന്ന് പറയണം. നമ്മുടെ ഫോഴ്സിൽ പൊളിറ്റിക്കൽ സപ്പോർട്ടിൽ കയറിക്കൊണ്ടിരിക്കുന്ന ധാരാളം പേരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഈയിടെ I have been noticing this very strange and unprecedented tendency among such recruits. അതായത് ഒരുതരം ചേരി തിരിഞ്ഞുള്ള മത്സരത്തിന്റെ രീതിയിലേക്ക് ഇത് വളർന്നിട്ടുണ്ട്. യു ഓൾ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ്. ഒരു രാജ്യത്തിന്റെ, പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ തകർച്ച ആരംഭിക്കുന്നത് അതിന്റെ മിലിറ്ററിയും പോലീസ് ഫോഴ്സും പൊളിറ്റിസൈസ് ചെയ്യപ്പെടുമ്പോഴാണ്. ഓഫ്കോഴ്സ് നിങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ ഞാൻ അംഗീകരിക്കുന്നു. ബട്ട് രാഷ്ട്രം ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ മക്കൾ അടങ്ങുന്ന അടുത്ത തലമുറയായിരിക്കും. And it will result in the complete destruction of the very system that we live in and look up to. I hope you get the point. Philippe, സർ, ആ വരുൺ കേസിലെ സഹദേവൻ അറിയോ? സർ, നേരിട്ട് എനിക്കറിയില്ല, പറഞ്ഞു കേട്ടറിയാം. ആന്റണിക്ക് അറിയായിരിക്കും. ആന്റണി സർ, ആന്റണി വരുൺ കേസിൽ പുറത്തായ സഹദേവനെ പറ്റി വല്ലതും അറിയാം? അറിയാം സർ. ആളിപ്പോ വണ്ടി കച്ചവടവും സ്ഥലക്കച്ചവടവും ഒക്കെ ആയിട്ടൊരു ബ്രോക്കറാ. നല്ല കുടിയാന്ന കേട്ടത്. കാശ് കിട്ടുന്ന എന്ത് പണിയാണ് ചെയ്യും. അയാളെ കുറിച്ച് അന്വേഷിപ്പിക്കണം. യെസ് സർ. I want his full file on my desk as soon as possible. Okay, वापस से ये बैक टू स्क्वायर हो गया यार. എന്താ സാർ പ്രശ്നം? സാബു എന്നോട് പറഞ്ഞു. സാബു? അതന്നെ. അവന്റെ ഉദ്ദേശം എന്തെന്നറിയാം. അവൻ പോയി വല്ല ഇഷ്യൂ ഉണ്ടാക്കിയാൽ അതാവും അടുത്ത പ്രശ്നം നമുക്ക്. അതൊക്കെ മീഡിയ ഒന്ന് മറന്നിരിക്കുകയായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല സർ. ഈ അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഞാനും കേട്ടിരുന്നു. അതും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്നും അറിയാം കേട്ടോ സർ. Nice, very nice. ഹലോ. വരൂ, വാ. അതെന്റെ വർക്ക് സ്പേസ്. കാര്യങ്ങളൊക്കെ മത്തായി പറഞ്ഞു. എന്തായാലും അവരുടെ തീരുമാനം ഞങ്ങളുടെ തീരുമാനം. പലരും മോളുടെ കല്യാണം മുടക്കാനായി പലതും I love the house, very nice. കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു. പിന്നീട് അത് പ്രശ്നമാവാൻ പാടില്ല. നിങ്ങള് ഇതൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ട് പറയാ. സത്യം പറഞ്ഞ ആദ്യത് കേട്ടപ്പോ ഞങ്ങൾക്കും ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെയാ ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയേ. അങ്ങനെയാണെങ്കിൽ നമുക്കിത് എത്രയും പെട്ടെന്ന് നടത്താല്ലേ? ഞങ്ങളുടെയും താല്പര്യം അങ്ങനെ തന്നെയാണ്.
ശരി. ഓക്കെ, സീ യു. നിന്റെ മുഖം എന്താ കടന്നൽ കുത്തിയിരിക്കുന്ന പോലെ? ആ വീട്ടിൽ നിന്ന് എങ്ങനെങ്കിലും ഒന്ന് ഇറങ്ങിയാ മതിയെന്നായിരുന്നു. എന്ത് പറ്റി? ജോർജ് കുട്ടിയുടെ നമ്മുടെ വീടിന്റെ മുഴുക്കുണ്ട് അവരുടെ അടുക്കളയ്ക്ക്. അതെ, This happened with every നമ്മൾ female. എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ ഈ കല്യാണത്തിന് സമ്മതിച്ചിരിക്കുന്നത്. പിന്നെ അതെന്റെ പ്രാർത്ഥനയുടെ ഫലം. അങ്ങനെയൊക്കെ അങ്ങനെ. എന്തായാലും ഈ കല്യാണം നടക്കാൻ പോയില്ലേ? ജോർജ് കുട്ടി, എന്താ? ആ ഷീറ്റ് മോചേട്ടനെ കൊടുത്തിട്ട് ഇങ്ങോട്ട് വാ. ഒരു കല്യാണം ഉറപ്പിച്ചിട്ട് ഇങ്ങനെ നടന്നാ മതിയോ? നീ കാര്യം പറ. വിളിക്കേണ്ട ബന്ധുക്കളുടെ ലിസ്റ്റ് എടുക്കണ്ടേ? നീ എടുത്തോ, എനിക്ക് പിന്നെ അങ്ങനെ ഒന്നുമില്ലല്ലോ. എനിക്ക് വിളിക്കാനുള്ളത് ഇല്ല. എല്ലാവരെയും ഒന്ന് ഫോണിൽ വിളിക്കുക, പിന്നെ വാട്സാപ്പിൽ ഒരു കാർഡ് ഇടുക. അച്ഛാ, എനിക്ക് അഡ്മിഷൻ കിട്ടി. മിടുക്കി. എവിടെ കാണിക്ക്. അല്ല, അഡ്മിഷൻ അതിന് വായിക്കാൻ പറ്റുമോ? ഹലോ, ഞാൻ ചാക്കോച്ചന. ചെറിയൊരു രസമുണ്ടായി. എന്താ? 2 പേര് ഇവിടെ വന്നു കല്യാണം മുടക്കാൻ. എല്ലാരോടും പറയാലോ. ഒരു ജീപ്പിലാ വന്നത്. ഒരാളെ ഇറങ്ങിയില്ല. ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആരാന്നെന്തെങ്കിലും? അവരെ ഫോൺ എടുത്ത് ഫോട്ടോ എടുക്കാൻ തുടങ്ങിയപ്പോ അയാൾ ഓടിച്ചെന്നും ജീപ്പിക്ക് ആ ഫോട്ടോയും ജീപ്പിന്റെ നമ്പറും ജോർജിയുടെ വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട്. ശരി എന്നാ ശരി. लेकिन वो लोग इस पे नहीं है. वो क्यों इतना कर? ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഡോക്ടറെ, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഞാൻ വിളിക്കാം. ഞാൻ കൺസൾട്ട് ചെയ്യാൻ വന്നതല്ല, ഒരു ഫയലും മേടിക്കാൻ വന്നാ. ഫയലോ? ആ, പോലീസാ. എന്ത് ഫയല്? അഞ്ജു ജോർജിന്റെ ഫയല്. अरे ഏത് അഞ്ജു ജോർജ്? എന്റെ ഡോക്ടറെ, എനിക്ക് നാടകം കളിക്കാനൊന്നും സമയമില്ല. ജോർജ് കുട്ടിയുടെ മോള് അഞ്ജു. കോടതിയുടെ ഉത്തരവില്ലാതെ? നിയമമൊക്കെ എനിക്കും അറിയാം ഡോക്ടറെ, പറഞ്ഞല്ലോ അതിനൊന്നുള്ള സമയമില്ല. സോറി, അതില്ലാതെ എടുത്തു തരാൻ പറ്റില്ല. നിന്ന ഡോക്ടർ, എനിക്ക് പണിയുണ്ട്. അതെനിക്ക് ഡോക്ടറിനെ കൊന്നിട്ട് now he's crossing all the lines. എന്താ വേണ്ടേ? ഞാൻ എടുത്തു തരാം. ഇതില് ഞാൻ പറയുന്ന ചില മാറ്റങ്ങൾ വരുത്തും. പിന്നെ ഇത് നമ്മൾ രണ്ടുപേരും ഇല്ലാതെ വേറൊരാൾ അറിയരുത്. ആരോടെങ്കിലും പറഞ്ഞ് സ്മാർട്ടാകാൻ നോക്കിയാ സെന്റ് മേരീസ് കോളേജിൽ പഠിക്കുന്ന ഡോക്ടറിന്റെ മകള് ഒരു ദിവസം വീട്ടിൽ വന്നില്ലെന്ന് വരും. മനസ്സിലായോ? ഞാൻ ആരോടും പറയില്ല. ഇതെപ്പോഴായിരുന്നു? 1 മണിക്കൂർ മുമ്പ്. ഇപ്പോഴും എന്നെ വിറയിൽ മാറിയിട്ടില്ല ജോർജ് കുട്ടി. അതാരാണെന്ന് എന്തെങ്കിലും ഒരു സൂചന അറിയാമോ? ആരാന്നൊന്നും എനിക്കറിയത്തില്ല. പോലീസാന്നാ പറഞ്ഞേ. പോലീസ് ഷൂവും കാക്കി പാന്റും. പോലീസ് ഒന്നും ആയിരിക്കില്ല കേട്ടോ. എന്തായാലും എന്തിനും പഠിക്കാത്ത ഒരുത്തനാ. ഡോക്ടർ പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കുക. നോനോ, അതൊന്നും ശരിയാവില്ല. അവനെന്റെ മോളെ എന്തെങ്കിലും ചെയ്തു കളയും. ഞാൻ ഈ വിവരം ജോർജ് കുട്ടിയെ അറിയിക്കാൻ വേണ്ടി വിളിച്ചതേ ഉള്ളൂ. ഐ എം സോറി ജോർജ് കുട്ടി, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ഹലോ ഹലോ, അതെ, റാണിയും പിള്ളേരൊന്നും അറിയരുത് കേട്ടോ. ജോർജ് കുട്ടി, ഡോക്ടർ രഞ്ജിനി എന്തിനാ വിളിച്ചേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഭക്ഷണം കഴിച്ചോണ്ടിരുന്നപ്പോ അഞ്ജുമോക്ക് എന്തുണ്ട് വിശേഷം എന്ന് അറിയാൻ വേണ്ടി വിളിച്ച. അതിന് ജോർജ് കുട്ടി എന്തിനാ പുറത്തേക്ക് പോകുന്നത്? ജോസിനെ കാണാൻ. അല്ല, ഡോക്ടർ സാധാരണ എന്നെയല്ലേ വിളിക്കുക? നിന്നെ വിളിച്ചപ്പോ ലൈനിൽ കിട്ടിയില്ല, അതുകൊണ്ട് എന്നെ വിളിച്ചു. നിനക്ക് സംശയമാണ്, നീ ഡോക്ടറോട് പോയി ചോദിക്കാം. അത് എന്തെന്ന് ഇത്? ഇതൊരു പഴയ മോഡലാ. 3-4 കൈ വന്നിട്ടുണ്ട്. ലാസ്റ്റ് രജിസ്റ്റേർഡ് ഓണർ ഒരു പൊന്നാനിക്കാരനാണ്. ഞാൻ അവിടെ പോയി അന്വേഷിച്ചു. അയാൾ ആ ജീപ്പ് 1 വർഷം മുമ്പ് കോതമംഗലത്തുള്ള സഹദേവന് വിറ്റതാണ്. പക്ഷെ ഇതുവരെയായിട്ട് അയാൾ പേര് മാറ്റിയിട്ടില്ല.
സഹദേവനാ? സഹാദേവൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ആണെന്നാ അന്വേഷിച്ച് പറഞ്ഞത്. ഓ ആ ഇതാര് ജോർജ് കുട്ടിയോ? നമ്മൾ തമ്മിൽ കണ്ടിട്ട് വർഷങ്ങളായെങ്കിലും ഈ ടിവിയും സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. പിന്നെ എന്താണ് വിശേഷിച്ച്? മോള സഹദേവ, നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ നീ എങ്ങനെ വേണേലും ഉപദ്രവിച്ചോ, പക്ഷെ എന്റെ കുടുംബത്തെ ഉപദ്രവിക്കുന്നത് ഞാൻ നോക്കി നിൽക്കില്ല. പേടിപ്പിക്കാടാ. അല്ല, നീ ആരാണെന്ന് നിന്റെ വിചാരം? ആ ചെറുക്കനെ കൊന്ന കേസിൽ നിന്ന് നീയും കുടുംബം രക്ഷപ്പെട്ടത് ഭാഗ്യത്തിന്റെ പുറത്ത്. അപ്പൊ കുറെ നാറേ ചാനലുകാര് നീ എന്തോ കൊമ്പത്താളാണെന്ന് പറഞ്ഞ് നിന്നെ പൊക്കി അങ്ങ് വെച്ച്. അത് കണ്ട് നീ നകളിക്കല്ലേ. കളിക്കാൻ അറിയാവുന്നവന്റെ കൂടെ നീ കളിച്ചിട്ടില്ല. ഇന്ന് നീ കളിക്കാൻ പോകുന്നത് എന്നോടാ. പെൺകുട്ടികളുടെ കല്യാണം മുടക്കിയിട്ടാണോടാ നിന്റെ കളികൾ? പക്ഷെ എനിക്ക് അത്ഭുതമല്ല സഹദേവ, പണ്ട് നീ ഇതുപോലുള്ള തരം താണ കളികൾ കളിച്ചിട്ടുണ്ട്. നിന്നിൽ നിന്ന് ഇതിൽ കൂടുതൽ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ജയിക്കാൻ വേണ്ടി എന്ത് തരം താണ കളിയും കളിക്കുന്നവനാ ഞാൻ. അതുകൊണ്ട് നീ സൂക്ഷിച്ചോ, ഇവിടെ ജീവിക്കുന്ന रिएक्शन देगा ऐसा बाबा. What will George Kutti do now? അത് നടക്കുമെന്ന് തോന്നുന്നില്ല ജോർജ് കുട്ടി. ഈ കോൾ ടാപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ നമ്പറും ഡീറ്റെയിൽസും ട്രാക്ക് ചെയ്യുന്ന പോലെയല്ല. മോളുടെ കല്യാണം കഴിയുന്നവരെ അവരുടെ നീക്കങ്ങളൊന്നും അറിയാനാ, അത്രേ ഉള്ളൂ. എനിക്ക് ഉറപ്പില്ല, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. പിടിച്ചവന്മാരുടെ പണി പോണ കേസാ. അല്ല ജോർജ് കുട്ടി, ഇവനൊക്കെ ഇത്ര പേടിക്കേണ്ട കാര്യമുള്ളൂ? ശരം അത്താഴം മുടങ്ങില്ലേ സാർ? That's true. നീ ആള് കൊടുത്താന്ന് എനിക്കറിയാം. നീ ജോലി കുട്ടി തമ്മിലുള്ള കളികളെല്ലാം അറിഞ്ഞിട്ടാണ് വരുന്നത്. പറഞ്ഞില്ല നിന്നെ കൊന്നു കുഴിച്ച് മൂടി. अरे बाबा ये വീട്ടിലിട്ട് കത്തിക്ക് ഞാൻ. बाबा रे बाबा. ഇനി പൈകയിലുള്ള ബാബുച്ചായൻ. ഇതൊക്കെ ആരാണ്? ഇവരെയൊക്കെ വിളിക്കണോ? ഇത് അമ്മയുടെ ഫസ്റ്റ് കസിനാ. ഇവരെ മനസമ്മതത്തിന് കല്യാണത്തിന് എല്ലാത്തിനും വിളിക്കണം. ബാബുച്ചായൻ. പിന്നെ ആരായിരുന്നു? അഞ്ചു എന്തിയാ മോളെ? അവളുടെ ഫ്രണ്ട്സിന്റെ ലിസ്റ്റ് തന്നിട്ടില്ല. ചേച്ചി നിങ്ങളുടെ ഫ്യൂച്ചർ വരുമാനമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. ജസ്റ്റ് 2 മണിക്കൂറായിട്ടേ ഉള്ളൂ. അച്ഛാ പിന്നില്ലേ, നമുക്ക് ഈ ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്യാൻ നല്ലൊരു ഇവന്റ് മാനേജ്മെന്റ് വെക്കാം. അതല്ലേ നല്ലത്? അത് വേണം. ഈ പഴഞ്ചൊല്ലിന് മാത്രം യാതൊരു മാറ്റവും ഇല്ല. നീ എഴുത്. ആ ഫോണൊന്ന് ഓഫ് ചെയ്ത് വെച്ച് ഈ വീട്ടിലെ പകുതി പ്രശ്നം തീരും. എപ്പോഴായിരുന്നു? രാവിലെയായിരുന്നു സാറേ. സാറേ, എന്റെ മോളെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോ ഞാൻ എല്ലാം പറഞ്ഞു പോയി സാറേ.
മോളുടെ കയ്യിലൊന്ന് ഫോൺ കൊടുത്തേ. ഹലോ സർ. മോക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല സർ, പക്ഷെ ഞാൻ പേടിച്ചു പോയി. ആളുകളൊക്കെ ഒച്ച കേട്ട് ഓടി വന്നോണ്ട് അയാൾ പെട്ടെന്ന് പോയി. കംപ്ലൈന്റ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എന്താ ചെയ്യണ്ടേ? എന്തായാലും പോലീസ് അറിഞ്ഞില്ലേ, അതുകൊണ്ട് കംപ്ലൈന്റ് കൊടുക്ക. ഞാൻ വന്നാൽ ശരിയാവില്ല, ഞാൻ ആരെങ്കിലും വിടാം. വേണ്ട സർ, അമ്മ എത്തിയിട്ട് ഞാൻ അമ്മയും കൂട്ടി പോയിക്കോളാം. ആ अब ये ना बहुत डिफिकल्ट होगा यार आफ्टर दिस थिंग. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. എന്താ ഫിലിപ്പേ? സാർ, ഒരു ഇൻട്രസ്റ്റിംഗ് ഡെവലപ്മെന്റ് ഉണ്ട്. ഫിലിപ്പേ, അവനെ എനിക്കൊന്ന് കാണണം കേട്ടോ. വേണം ഇവിടെ ഓഫീസിലേക്ക് കൊണ്ടുവരണ്ട. മീഡിയയുടെ ചെവിയിലെത്തിയ പിന്നെ അതാ കൊടുത്തത്. ഒരു കാര്യം ചെയ്യും, ഗസ്റ്റ് ഹൗസിലേക്ക്. ഓക്കെ? എന്താ നിന്റെ ഉദ്ദേശം? പോലീസാണെന്ന വ്യാജേന നീ പലയിടത്തും പോയി അന്വേഷണം നടത്തുന്നതായി ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അതെന്തിനാന്നാ ചോദിച്ചത്? പോലീസാണെന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല സാറേ. പിന്നെ ചില കാര്യങ്ങൾ അന്വേഷിച്ചെന്നുള്ളതൊന്നും ആരാ. നീ എന്താ ഈ അന്വേഷിക്കുന്നത്? സാറിന് അതറിയാലോ, പിന്നെ എന്തിനാ ചോദിക്കുന്നത്? ചോദിച്ചെടുത്തോളം പറയാം. വരുണിന്റെ ബോഡി ജോർജ് കുട്ടി അങ്ങോട്ടാ മാറ്റിയതെന്ന്. ഓ, എന്നിട്ട് കണ്ടുപിടിച്ചോ? ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. അവരാ? എന്തിനാ നീ അവരെ ഉപദ്രവിച്ചത്? ഫിലിപ്പ് അവനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഒരു പെൺകുട്ടിയല്ലേ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്? അതെ സർ. BNS 74 ചാർജ് ചെയ്ത് അകത്തിട്ടേരാ. നിലവ് പഠിക്കും. No, man. Now बोलते ना, वो दृश्यम वाले लेवल पे जा रहा है full. He is not gonna leave, but I trust George Kutti. He will figure out. He will figure out. क्योंकि देखा जाए तो अभी practically body है ही नहीं. Yes. We have that thing, वो जो था ना destroy वो कर thing. दिया उसने. So पूरा destroy कर ही दिया है. तो अभी वो लोग वो निकालेंगे भी तो कैसे निकालेंगे? और this thing, but वो लड़की के घर में जाके बहुत तमाशा किया यार. डॉक्टर को हर एक को torture. They even try to break the marriage and everything. Okay, I want to see how is it gonna end. Let's wait for more, guys. So meanwhile, take care. Bye bye.